ഇത് സ്വാഭാവികമായും ബ്ലഡ് മണി പ്രോസസിനെ കുറിച്ച് ശരിയായ അല്ലെങ്കിൽ പൂർണ്ണമായുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ആശങ്കകളാണ്. കാരണം ഈ പറയുന്ന ബ്ലഡ് മണി പ്രോസസിനകത്ത് ആ കുടുംബത്തിന് ഓരോ അംഗത്തിനും അവരുടേതായ നിലപാടുകൾ എടുക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗം മാത്രമല്ല, അല്ലെങ്കിൽ ആ കുടുംബനാഥൻ മാത്രമല്ല അതിനകത്ത് അഭിപ്രായം പറയുക. എല്ലാ അംഗങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ അഭിപ്രായം എല്ലാം കേട്ട് പിന്നെ അവരെ എല്ലാം കൺവിൻസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ബ്ലഡ് മണി പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാധീനിക്കാവുന്ന, അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാവുന്ന ആളുകൾ വഴി ഞങ്ങൾ അതിനു വേണ്ടി ശ്രമങ്ങൾ തുടരുന്നുണ്ട്. യമനിലെ മുതിർന്ന രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് ഈ മിഷനകത്ത് വിജയിക്കാൻ സാധിക്കും. ഞങ്ങൾ കഴിഞ്ഞ 4-5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിലൊരു പരിധി വരെ വിജയിക്കാൻ ഇന്നലെ സാധിക്കും. അതിന്റെ ബാക്കി തുടർ പ്രവർത്തനങ്ങൾ ഇനി ആ കുടുംബത്തെ കൺവിൻസ് ചെയ്തുകൊണ്ട് ആ കുടുംബത്തിന് മുമ്പാകെ ഞങ്ങൾ പൂർണ്ണമായും മാപ്പിലെന്നുകൊണ്ട് ഈ കേസിനകത്ത് നമുക്ക് ഇതൊരു ആവേശത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലിന്റെയോ പാതയല്ല സ്വീകരിക്കുന്നത്. പൂർണ്ണമായും കീഴടങ്ങി ഒരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആ യമൻ സൊസൈറ്റിയോടും ആ കുടുംബത്തോടും ആ ഗോത്രത്തോടും എല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ട്, തെറ്റേറ്റ് പറഞ്ഞുകൊണ്ട്, അവരോട് മാപ്പിരുന്നുകൊണ്ട് അവർക്കാവശ്യമായ ദയാദനം ഓഫർ ചെയ്തുകൊണ്ട് നടത്തുന്ന അപേക്ഷയാണ്. ആ അപേക്ഷ ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് മലയാളി സമൂഹത്തോട് ഈ മലയാളത്തിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, ന്യൂസിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഏതെങ്കിലും തരത്തിൽ ഈ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്ത് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് കമന്റുകളായോ അത്തരം ഉണ്ടാകരുത് എന്നുള്ള അഭ്യർത്ഥനയാണ്. പറയാൻ കാരണം തലാലിന്റെ സഹോദരന്റെ പോസ്റ്റിന് താഴെ പോയി മലയാളികൾ ഒരുപാട് കമന്റുകൾ അദ്ദേഹത്തെ മോശമായി ചെയ്യുന്ന രീതിയിൽ, അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് നമ്മുടെ ഈ കൂട്ടായ പ്രവർത്തനത്തെ അട്ടിമറിക്കുകയും നമ്മുടെ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെടാനേ ഇടവുകയുള്ളൂ. അവർക്ക് വാശിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്ക് വെടിവാശിയുടെ യാതൊരു അല്ലെങ്കിൽ വെല്ലുവിളിയുടെ യാതൊരു സാഹചര്യവുമില്ല. നമ്മൾ പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ട്, പൂർണ്ണമായും അപേക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് ഈ ദയാദന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ കേരളീയ സമൂഹത്തിന്റെ എല്ലാവരുടെയും, അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ തരത്തിൽ ഇതിന് അട്ടിമറിക്കുന്ന പ്രവർത്തനം ഉണ്ടാകരുതെന്ന് നിമിഷപ്രയാസം കൊണ്ടിന്റെ ഭാഗത്ത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.